പാരമ്പര്യം പറയുന്നതനുസരിച്ച് യോസഫ് നേരത്തെ തന്നെ മരിച്ചു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ യേശു ഒരു തച്ചൻ്റെ ശാലയിൽ പണിയെടുത്ത് അവൻ്റെ സഹോദരന്മാരെയും അമ്മയും നോക്കി 30 വയസ്സ് വരെയും ശുശ്രൂഷിച്ചതാണ്. എന്നാൽ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവളായ ആ മറിയയെ കാണുമ്പോൾ, യേശു ക്രൂശിൽ കിടക്കുമ്പോൾ മറിയയെ കാണുന്നു. ആ മറിയയെ കാണുമ്പോൾ അവൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകുന്നു, ഒറ്റ ചിന്ത. എന്താണെന്നറിയാമോ? അവൻ്റെ അമ്മയുടെ സംരക്ഷണം. അവൻ്റെ അമ്മയുടെ സംരക്ഷണം. That was the concern. That was the only earthly concern of Jesus when he was on the cross. ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ ഏക ഭൗതിക കൺസേൺ എന്ന് പറയുന്നത്, ഏക ഭൗതിക വേദന എന്ന് പറയുന്നത് സംരക്ഷണം ആവശ്യമുള്ള അവൻ്റെ അമ്മയാണ്. സംരക്ഷണം ആവശ്യമുള്ള അവൻ്റെ അമ്മ. ഇത് നമുക്കൊക്കെ വലിയൊരു പാഠമാണ്. യേശു എന്ത് ചെയ്യുന്നറിയാമോ? അവൻ്റെ സംരക്ഷണം യോഹന്നാനെ ഏൽപ്പിക്കുന്ന ആ ഒരു ഭൗതിക കാര്യം നിർവഹിച്ചിട്ടാണ് യേശു ക്രൂശിൽ മരിക്കുന്നത്. അതിലൂടെ അവൻ ചെയ്ത മറ്റൊരു കാര്യം കൂടെയുണ്ട്. അവൻ്റെ ജീവിതത്തിൽ അവൻ അന്ന് വരെ സൂക്ഷിച്ചതായ ന്യായപ്രമാണം ഏറ്റവും ഒടുവിൽ വരെയും അവൻ സൂക്ഷിക്കുകയാണ്. എന്താണ് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന? നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയും നിങ്ങൾ മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിന് കീഴുള്ളവനായാണ് യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ക്രൂശിൽ കിടക്കുമ്പോഴും ന്യായപ്രമാണത്തിൻ്റെ ഒരു വള്ളിയോ പുള്ളിയോ അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാതെ നോക്കുവാൻ അവൻ്റെ അമ്മയുടെ സംരക്ഷണം അവൻ മറ്റൊരാളെ ഏൽപ്പിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും യേശുവിൻ്റെ പേരിൽ ഒരു കളങ്കം കിടന്നിരുന്നതിനും എന്തായിരുന്നു? ക്രൂശിക്കപ്പെടുന്ന സമയത്ത് സ്വന്തം അമ്മയെ സംരക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാതിരുന്ന വ്യക്തി എന്ന ഒരു കാര്യം. എന്നാൽ ആ മകൻ ഉത്തരവാദിത്വമുള്ളവനായി തീരുകയാണ്. മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ വെമ്പുന്ന ഒരു തലമുറയെന്നുള്ളത് അതൊരു ബേർഡനായിട്ട് കണക്കാക്കുന്ന തലമുറയാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പുതിയ തലമുറയ്ക്ക് ഒരു വലിയ ഒരു പ്രശ്നമാണ് പ്രായമുള്ളവരൊക്കെ ഒരു ബേർഡനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് എന്താ, അവരുടെ പത്രാസ് കാണിക്കാൻ ഒരു പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊക്കെ അപ്പനും അമ്മയ്ക്കും ചെയ്തു കൊടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ പരിശ്രമിക്കുമായിരിക്കും. പക്ഷേ ശരിക്കും ഉത്തരവാദിത്വത്തോടുകൂടെ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നതിനോളം വലിയ കാര്യമൊന്നും വേറെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇന്നത്തെ ജനറേഷൻ്റെ ഒരു വലിയ പ്രശ്നമാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം എത്ര കുറഞ്ഞു പോയിരിക്കുന്നല്ല, ആ റിലേഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. റിലേഷൻ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ, ഞങ്ങളുടെ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടായിരുന്നു, അവർ പറയുന്നൊരു കാര്യമുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം പോലെ മക്കൾക്ക് മാതാപിതാക്കളോട് ഉണ്ടാവുകയാണെങ്കിൽ നദി പുറകോട്ട് തിരിഞ്ഞൊഴുകുമെന്ന്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം പോലെ മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാകുകയാണെങ്കിൽ നദി പുറകോട്ട് തിരിഞ്ഞൊഴുകുമെന്ന് ആ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ പറയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുന്നതിന് ഒരു റിലേഷൻ സൂക്ഷിക്കുന്നതിന് വളരെ പുറകിലാണെന്നുള്ളതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഒരു കൂട്ടുകാരനൊരു എഞ്ചിനീയറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ, അവൻ പഠിച്ച് IT ഫീൽഡിൽ പാസ്സായി കഴിഞ്ഞ് ആദ്യം കിട്ടിയ ജോലി, അവന് 40,000 രൂപ അങ്ങനെ ശമ്പളം കിട്ടി. 40,000 രൂപ ശമ്പളം കിട്ടിയപ്പോൾ അവൻ വലിയൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ച് ബാക്കിയുള്ള പൈസയും കൊണ്ട് കൂട്ടുകാരെല്ലാം കൂടെ നമ്മുടെ ഭാഷ പറഞ്ഞ് അടിച്ച് പൊളിച്ച് ഒരു ജഗപോക എല്ലാം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, മോനെ നിനക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയതല്ലേ, നീ നിൻ്റെ അമ്മയ്ക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്തോ? ഇവൻ തിരിച്ചു ചോദിക്കുന്നത്, അങ്കിളെ അമ്മയ്ക്ക് എന്തിനാ സാരി? അമ്മയ്ക്ക് എന്തുമാത്രം സാരിയുണ്ട്? അമ്മയ്ക്ക് എന്തിനാ സാരി? അമ്മയ്ക്ക് എന്തുമാത്രം സാരിയുണ്ട്? ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു സാരി എന്ന് പറയുന്ന ഒരു തുണി മാത്രമാണ്. അല്ലാതെ അവനെ അത്രയും കാലങ്ങൾ പോറ്റി വളർത്തിയ അമ്മയോടുള്ള സ്നേഹം അതൊന്നും അവൻ ചിന്തിക്കുന്നതേ ഇല്ല. നിങ്ങളൊക്കെ, ഞാൻ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, മക്കളെ വിഗ്രഹമാക്കി വെച്ചിരിക്കുന്ന ഒരു തലമുറയാണിത്. മിക്കപ്പോഴും ആളുകൾ പറയുന്നത് മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മക്കളെ കിട്ടത്തില്ല, അത് നിങ്ങൾ മറക്കണ്ട. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ജീവിക്കുന്നത് സാറേ എന്നൊക്കെ എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുഞ്ഞിന് വേണ്ടിയായിരിക്കും ജീവിക്കുന്നത്, കാര്യം നിങ്ങളുടെ വിഗ്രഹമാണ് കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ല. എന്നാൽ യേശു അങ്ങനെയല്ലായിരുന്നു. യേശു അവൻ്റെ മാതാവിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കൺസേൺ ആയിരുന്നു, വലിയ കൺസേൺ. ഒരുപക്ഷെ ഇതുപോലെയുള്ളൊരു സുവിശേഷ യോഗത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കത്തില്ല പ്രതീക്ഷിക്കുന്നത്. നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട പല കാര്യങ്ങളും ഭൗതികമായി നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ
സ്വതന്ത്ര ജീവിതത്തെ ഹനിക്കുന്നതായ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തേലേ പറ്റുള്ളൂ. അല്ലാത്ത വലിയ വലിയ ആത്മീക കാര്യങ്ങളൊക്കെ കേൾക്കാൻ വളരെ ഈസി ആയിരിക്കും. റഷ്യയിൽ പണ്ട് കമ്മ്യൂണിസം വന്ന സമയത്ത് ഇതുപോലൊരു സ്റ്റോറിയുണ്ട്. സ്റ്റോറിയാണ്. ഇപ്പോൾ എല്ലാം സ്റ്റേറ്റിൻ്റെ കീഴിൽ വരണമെന്നുള്ള നിയമം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് ആ ഗ്രാമവാസികളോട് പറഞ്ഞു, സ്റ്റേറ്റാണ് നമ്മുടെ എല്ലാം, അതുകൊണ്ട് സ്റ്റേറ്റിനെ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾക്ക് 2 ഫാക്ടറി ഉണ്ടെങ്കിൽ ഒരു ഫാക്ടറി സ്റ്റേറ്റിന് കൊടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? അപ്പോൾ എല്ലാവരും കൈപൊക്കി. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഒരു ഫാക്ടറി സ്റ്റേറ്റിന് കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് 2 വീടുകളുണ്ടെങ്കിൽ ഒരു വീട് സ്റ്റേറ്റിന് കൊടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? എല്ലാവരും കൈപൊക്കി. നിങ്ങൾക്ക് 2 കാറുകളുണ്ടെങ്കിൽ ഒരു കാറ് സ്റ്റേറ്റിന് കൊടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? എല്ലാവരും കൈപൊക്കി. ഒടുവിൽ അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് 2 പശുക്കളുണ്ടെങ്കിൽ ഒരു പശുവിനെ സ്റ്റേറ്റിന് കൊടുക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? ആരും കൈപൊക്കിയില്ല. കാര്യം അവർക്ക് എല്ലാവർക്കും 2 പശുക്കളുണ്ട്. അവർക്ക് ആർക്കും 2 ഫാക്ടറി ഇല്ല, അവർക്ക് ആർക്കും 2 കാറില്ല, അവർക്ക് ആർക്കും 2 വീടില്ല. കൊടുക്കാമോ? കൊടുക്കാം. ഇതാ നമ്മുടെയൊക്കെ കമ്മിറ്റ്മെൻറ്റ്. ജീവിതത്തിൽ ചില്ലറ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആരും തയ്യാറല്ല. വലിയ വലിയ കാര്യങ്ങൾ, കർത്താവേ ഞാനും എനിക്കുള്ളത് സകലതും നിനക്കങ്ങ് സമർപ്പിക്കുന്നു എന്ന് പറയും. പക്ഷേ ഒരു ചില്ലറ കാര്യം ചെയ്യാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. എനിക്കുള്ളതെല്ലാം കൊടുത്തേക്കാം എന്നൊക്കെ നമ്മൾ വർത്തമാനം പറയും. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന് കാറ് കൊടുക്കുന്നതിന് തുല്യമായ പല കമ്മിറ്റ്മെൻറ്റും നമ്മൾ നടത്തുമായിരിക്കും. ഞാൻ ആവശ്യപ്പെടുന്നത് 2 പശുക്കളുണ്ടെങ്കിൽ ഒരു പശുവിനെ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമോ? പ്രായമുള്ളവരെ സംരക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമോ? മറിയെ നോക്കിയിട്ട് യേശു വിളിക്കുകയാണ്, സ്ത്രീയെ നോക്ക്, ഈ നിൽക്കുന്ന ആരാണെന്നറിയാമോ? യോഹന്നാൻ. ഇതാ നിന്റെ മകൻ. ഇന്നലെ വരെ, അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഞാൻ നിന്നെ സംരക്ഷിച്ചു. ഐ വാസ് യുവർ സൺ. യെസ്. യേശു എതിരെ പോയി കഴിഞ്ഞാൽ അവൻ്റെ അമ്മയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവൻ്റെ അമ്മയുടെ സംരക്ഷണം അവൻ്റെ വലിയ കൺസേൺ ആയിരുന്നു. സ്ത്രീയെ, ഇനി മുതൽ ഞാൻ നിൻ്റെ മകനല്ല, ഇതാ യോഹന്നാൻ നിൻ്റെ മകൻ. ഇനി ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ നിൻ്റെ രക്ഷകൻ. മകനിൽ നിന്ന് രക്ഷകനിലേക്കുള്ള ഒരു ചുവടുമാറ്റമാണ് കാൽവറി ക്രൂശിൽ നടക്കുന്നത്. കാൽവറി ക്രൂശിൽ മരിക്കുന്ന യേശു മറിയയുടെ മകനല്ല, മറിയയുടെ രക്ഷകനാണ്. കാൽവറി ക്രൂശിൽ മരിക്കുന്ന യേശു മറിയയുടെ മകനല്ല, മറിയയുടെ രക്ഷകനാണ്. എന്നാൽ ആ സമയത്തും അവൾക്കൊരു മകനെ വേണമെന്നുള്ളത് യേശുവിന് അറിയാമായിരുന്നു. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഇതാ നിൻ്റെ മകൻ. ഇനി നിൻ്റെ സംരക്ഷണം ഈ മകൻ നിർവഹിക്കും. യേശു സ്നേഹിച്ച ശിഷ്യൻ. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം അതാണ്, യേശു സ്നേഹിച്ച ശിഷ്യൻ. യോഹന്നാനെ യേശു ഏറ്റവും അധികം സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ പറയുന്നു. യോഹന്നാനാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമുള്ള ഒരു പ്രഖ്യാപനമാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന്. മറ്റ് ശിഷ്യന്മാരൊന്നും അങ്ങനെ, അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളിലൊന്നും അത് എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മറ്റുള്ള എല്ലാ ശിഷ്യന്മാരെക്കാളും കൂടുതൽ യേശുവിനെ സ്നേഹിച്ചത്, യേശു സ്നേഹിച്ചത് യോഹന്നാനെ ആയിരുന്നു നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. യേശുവിന് എല്ലാവരോടും ഒരുപോലെ തന്നെ സ്നേഹമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് യോഹന്നാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ യേശു സ്നേഹിച്ചതെന്ന് പറയാൻ കാര്യം? മറ്റൊന്നുമല്ല, അവനാണ് യേശുവിനെ കൂടുതൽ സ്നേഹിച്ചത്. നമ്മുടെ പിള്ളേരൊക്കെ പറയുമല്ലോ, എന്നെ അപ്പയ്ക്ക് കൂടുതൽ ഇഷ്ടം, എന്നോടാ കൂടുതൽ ഇഷ്ടം എന്ന് പറയുമല്ലോ. ചിലപ്പോൾ പിള്ളേർ നമ്മൾ വഴക്കുണ്ടാക്കുമല്ലോ, എന്നോടാ കൂടുതൽ ഇഷ്ടം എന്ന് പിള്ളേർ പറയുമല്ലോ. അപ്പൻ എല്ലാവരോടും ഇഷ്ടമാണ്. പക്ഷേ അവരുടെ സ്നേഹം അങ്ങ് കൂടി വരുമ്പോൾ അവർ ചിന്തിക്കും, എന്താ അപ്പൻ എന്നോടാണ് കൂടുതൽ ഇഷ്ടമെന്ന്. നിങ്ങൾ യേശുവിനെ എത്ര സ്നേഹിക്കുന്നോ അതിൻ്റെ തോതനുസരിച്ചാണ് യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ സ്വീകരിക്കുന്നത്. സ്വീകരണത്തിൻ്റെ തലത്തിലാണ്, അല്ലാതെ യേശുവിൻ്റെ തലത്തിലല്ല. നമ്മളൊരു ടിൻഷീറ്റും ഒരു പ്ലൈവുഡും കൂടെ വഴിയിൽ വെയിലത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പ്ലൈവുഡ് പെതിയെ ചൂടാകത്തുള്ളൂ, ടിൻഷീറ്റ് പെട്ടെന്ന് ചൂടാകും. സൂര്യൻ രണ്ടിലും ഒരുപോലെയാണ് പതിച്ചതെങ്കിലും സ്വീകരണത്തിൻ്റെ തലത്തിൽ കൂടുതൽ സ്വീകരിച്ചത് കൊണ്ടാണ് ടിൻഷീറ്റ് കൂടുതൽ ചൂടായിരിക്കുന്നത്. ഇതുപോലെയാണ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ അവൻ്റെ സ്നേഹത്തെ കൂടുതൽ നുകർന്നെടുക്കുവാൻ, അവൻ്റെ സ്നേഹത്തെ കൂടുതൽ സ്വീകരിക്കുവാൻ ഈ ശിഷ്യൻ തയ്യാറായതുകൊണ്ടാണ് അവൻ പറയുന്നത് യേശു എന്നെ കൂടുതൽ സ്നേഹിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ശരിയുണ്ട്, മറ്റെല്ലാവരെക്കാളും കൂടുതൽ കോൺഫിഡൻസ് യേശുവിന് യോഹന്നാനിലുണ്ടായിരുന്നു. മറ്റെല്ലാ 11 ശിഷ്യന്മാരിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ്, വിശ്വാസം യേശു യോഹന്നാനെയാണ് വിശ്വസിച്ചത്.
ബാക്കി എല്ലാവരേക്കാളും കൂടുതൽ. അതിന് പല ഉദാഹരണമുണ്ട്. ഒന്ന്, ആരാണ് അവനെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന സത്യം നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആരാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നുള്ള സത്യം 11 പേരോടും യേശു പറഞ്ഞില്ല, യോഹന്നാനോട് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, ആരാ ആരാ ആരാ, അന്യോന്യം ചോദിച്ചു. ആർക്കും തൻ്റെ ഇടമില്ലായിരുന്നു. അത് ആരെക്കുറിച്ചാണ് കർത്താവേ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം ആർക്കും ഇല്ലായിരുന്നു. പത്രോസ് ആംഗ്യം കാണിച്ച് യോഹന്നാനോട്, നീ ചോദിര. എന്താണെന്നറിയാമോ? യോഹന്നാൻ യാതൊരു സംശയമില്ല. ബാക്കി എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ചോദിക്കുമ്പോൾ അത് നീയാണെന്നോ വല്ലതും പറഞ്ഞാലെന്ന്. പക്ഷേ യോഹന്നാൻ ഒരു പ്രശ്നവും ഇല്ല. യോഹന്നാൻ അവൻ്റെ മാറിൽ ചാരിക്കൊണ്ട് ചോദിച്ചു, നീ അത് ആരെക്കുറിച്ചാണ് കർത്താവേ പറയുന്നത്? ഞാൻ ഇപ്പോൾ അപ്പം കഷണം ചാറിൽ മുക്കി ആർക്ക് കൊടുക്കുന്നുവോ അവൻ. കഷണം ചാറിൽ മുക്കി യൂദയ്ക്ക് കൊടുത്തു. അതവനൊരു കോമൺ പ്രസ്താവനയൊന്നുമല്ല കർത്താവ് നടത്തുന്നത്. ഇറ്റ് വാസ് എ പ്രൈവറ്റ് ടോക്ക് ബിറ്റ്വീൻ ജോൺ ആൻഡ് ജീസസ്. ഇറ്റ് വാസ് എ പ്രൈവറ്റ് ടോക്ക്. കാര്യം അവൻ മാത്രമേ അവൻ്റെ ശബ്ദം കേൾക്കാൻ അവൻ്റെ മാറോട് ചാരിയിരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരെക്കാളും ആഴത്തിൽ കർത്താവിനെ സ്നേഹിച്ചവനായ യോഹന്നാൻ. മടങ്ങിപ്പോകുന്ന പുരുഷാരവും മാറിച്ചാരുന്ന ശിഷ്യനും എന്ന് പറഞ്ഞ് എൻ്റെ ഒരു മെസ്സേജിൻ്റെ CD അവൈലബിൾ ആണ്. ഞാൻ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് യോഹന്നാൻ്റെ ജീവിതത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ കോൺഫിഡൻസ്. യോഹന്നാനോട് ആലോചന ചോദിക്കാതെ യേശു യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. എന്താ പറയുന്നത്? ഇനി ഇവളുടെ സംരക്ഷണം ഞാൻ നിന്നെയാണ് ഫലമേൽപ്പിക്കുന്നത്. ചോദിച്ചില്ല, യോഹന്നാനെ നിന്നോടൊരു ഫേവർ ചോദിക്കട്ടെ, എൻ്റെ അമ്മ ഞാനിപ്പോൾ പോകല്ലേ, നിനക്ക് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. കാര്യം യോഹന്നാൻ്റെ കാര്യത്തിൽ അത്രയ്ക്കും വലിയ ഒരു കോൺഫിഡൻസ് ആർക്കുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കോൺഫിഡൻസ്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഇങ്ങനെയൊരു കോൺഫിഡൻസ് നമുക്കുണ്ടോ? നമ്മളോട് കർത്താവിനുണ്ടാവും. നമ്മളോടാണെങ്കിൽ കർത്താവ് അത് പറയുമായിരുന്നോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ ആത്മീക കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനല്ല ഞാൻ പരിശ്രമിക്കുന്നത്. ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് യു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 ഫാക്ടറി ഉള്ളവൻ കൊടുക്കുന്ന കാര്യമൊക്കെ വിടട്ടെ, ഞാൻ ഇന്ന് 2 പശുക്കളിൽ ഒന്നിനെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കർത്താവ് നിങ്ങളോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഒരു അമ്മയെ കൂടെ നിങ്ങൾക്ക് തരാൻ കർത്താവ് തയ്യാറായാൽ, യോഹന്നാൻ ഓൾറെഡി ഒരു അമ്മയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. സബദി മക്കളുടെ അമ്മ, സബദിയുടെ ഭാര്യ, തൻ്റെ മക്കൾ, ഒരാൾ രാജത്വത്തിൻ്റെ സമയത്ത് ഒരാൾ വലത്തും ഒരാൾ ഇടത്തും വന്ന് ഇരിക്കാൻ വരം നൽകണമെന്ന് പറഞ്ഞ ഒരു അമ്മ ആർക്കുണ്ട്? യോഹന്നാൻ ഓൾറെഡി ഉണ്ട്. അവൻ ഓൾറെഡി ഒരു അമ്മ ഉള്ളപ്പോൾ യേശു യോഹന്നാനോട് പറയാണ്, ഐ എം ഗിവിങ് യു അനദർ മദർ. ഞാൻ നിനക്കൊരമ്മയെ കൂടെ തരികയാണ്. സ്വന്തം അമ്മയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റൊരമ്മയെ കൂടെ സംരക്ഷിക്കാൻ ഞാൻ നിനക്ക് തരികയാണ്. ഇങ്ങനെ നമ്മിൽ കോൺഫിഡൻസ് ഉണ്ടോ യേശുവിന്? നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് സ്വന്തം കാര്യം നോക്കി ജീവിക്കാനല്ല, അനേകരുടെ മകനാകാനും അനേകരുടെ അമ്മയാകാനും അനേകരുടെ സഹോദരനാകാനും അനേകരുടെ പിതാവാകാനുമൊക്കെയാണ്. ദാറ്റ്സ് വൈ ഗാഡ് ഹാസ് കോൾഡ് യു. യോഹന്നാനോട് കർത്താവ് സംസാരിച്ചതുപോലെ, നീ ഒരു മകനാകുമോ? അല്ലെങ്കിൽ ഈ അമ്മയെ കൂടെ നീ സംരക്ഷിക്കുമോ? ഒരമ്മയെ കൂടെ നിങ്ങളെ കർത്താവ് ഫലമേൽപ്പിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? സ്വന്തം അമ്മയെ സംരക്ഷിക്കാൻ പോലും മനസ്സില്ലാത്ത ഒരു തലമുറയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ആ അമ്മയുടെ കൂടെ മറ്റൊരമ്മയെ കൂടെ കർത്താവ് തരാൻ തക്കവണ്ണമുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ, യേശു എന്നെയാണ് കൂടുതൽ സ്നേഹിച്ചതെന്ന്. വെറുതെ നെഞ്ചതരിച്ചുകൊണ്ട്, ഓ ഐ ലവ് യു ജീസസ്, ഓ ജീസസ് ലവ്സ് മീ, ദിസ് ഐ നോ ഫോർ ദ ബൈബിൾ ടെൽസ് മീ സോ. സ്നേഹിക്കുന്നെന്നെ, യേശു സ്നേഹിക്കുന്നെന്നെ വേദത്തിൽ കാണുന്നിതം എന്ന് പറഞ്ഞ് പാട്ടൊക്കെ